യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ചർച്ചയ്ക്ക് യുഎഇയിൽ തുടക്കമായി. അമേരിക്ക, യുക്രൈൻ, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ചർച്ച നടത്തുന്നത്. ചർച്ച നാളെയും തുടരും. ചർച്ച വിജയകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുഎഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ പറഞ്ഞു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട്. റഹീസ്, 2 ദിവസം നീളുന്ന നിർണായക ചർച്ച, യുദ്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അതിനിർണായകമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കാണ് യുഎഇ മധ്യസ്ഥത വഹിക്കുന്നത്, അല്ലെങ്കിൽ യുഎഇ സാക്ഷിയാകുമെന്ന് പറയണം. ശരിക്കും അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത്. ഇതിനുള്ള നീക്കം കഴിഞ്ഞ കുറെ നാളുകളായി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഇരു രാജ്യങ്ങളുടെയും, റഷ്യയുടെയും ഒപ്പം തന്നെ യുക്രൈന്റെയും പ്രസിഡന്റുമാരെ അവരുമായി സംസാരിച്ച ശേഷം ഒരു രമ്യതയിലെത്തണം. അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ചർച്ച ഏറ്റവും നിർണായകമായിട്ട് വരുന്നത്. ഇതിൽ ഈ വോളോദിമർ സെലൻസ്കിയുമായിട്ട്, യുക്രൈൻ പ്രസിഡന്റുമായിട്ട് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ്, തങ്ങളുടെ ഭാഗത്തു നിന്നും സംഘർഷത്തിന്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് വെക്കുകയില്ല, ആ തരത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പക്ഷേ അതിന് റഷ്യ കൂടി സഹകരിക്കണം. റഷ്യയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളും ഈ ഒരു നിർണായക സമയത്ത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഈ സംഘർഷ സമയത്തൊക്കെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ അതിനോടൊപ്പം തന്നെ ഇന്നലെ തന്നെ റഷ്യൻ പ്രസിഡന്റിനെയും അമേരിക്കയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം കണ്ടിരുന്നു. അവിടെ നിന്നും വിവരങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. നിലവിൽ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ ചർച്ചയ്ക്കായിട്ട് ഇപ്പോൾ അബുദാബിയിലുള്ളത്. അബുദാബിയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച പുരോഗമിക്കുന്നു. ഇതിൽ യുഎഇ പ്രധാനമായിട്ടും പറയുന്നത് തങ്ങൾ ഏത് തരത്തിൽ വേണമെങ്കിലും വേദി ഒരുക്കാം, ഏത് നിലയ്ക്ക് വേണമെങ്കിലും ഇതുമായി സഹകരിക്കാം, പക്ഷേ ശാന്തിയും സമാധാനവും ഉറപ്പായും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പീസ് ടോക്കിന് തങ്ങൾ ഒരു വേദിയായി മാറുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് മാത്രമാണ് ചർച്ച ആരംഭിച്ചത്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ യുക്രൈന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ തന്നെ അവർ തങ്ങളുടെ പ്രദേശങ്ങൾ സംബന്ധിച്ച് അവിടെ പരമാധികാരം വേണം എന്നത് സംബന്ധിച്ചുള്ള ആവശ്യങ്ങളാണ് നിലവിൽ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നിലവിൽ യുക്രൈന്റെ ഭാഗത്തു നിന്നുള്ള സംസാരം നടക്കുന്നു. അതിനുശേഷം ഇക്കാര്യത്തിൽ റഷ്യയുടെ മറുപടി വരും. ഈ 2 ദിവസം എടുത്തുകൊണ്ട് പരമാവധി, കാരണം കഴിഞ്ഞ മാസം ഉൾപ്പെടെ 30,000-ലധികം പേരാണ് ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതിലൊരു അയവ് വരുത്തുക, കുറവ് വരുത്തുക, സമാധാനം കൊണ്ടുവരിക എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അതിന് യുഎഇ വേദിയാകുന്നു എന്നുള്ളൊരു പ്രാധാന്യം കൂടി ഈ ഒരു ത്രിരാഷ്ട്ര ചർച്ചയ്ക്ക് ഉണ്ട്. തീർച്ചയായും മുഹമ്മദ് റഹീസ് പറഞ്ഞതുപോലെ തന്നെ 2 ദിവസം നീളുന്ന 3 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന നിർണായകമായ ചർച്ച 2 ദിവസമായി തുടരും. ചർച്ച ആരംഭിച്ചു എന്ന് കൂടി മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.